ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കാവേ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഞാൻ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, തൈര്, പെരിഞ്ചീരപ്പൊടി, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, പിന്നെ സൺഫ്ലവർ ഓയിൽ, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നല്ല രീതിയിൽ ചിക്കൻ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പം ചിക്കൻ നല്ല രീതിയിൽ പുരട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ബട്ടർ മെൽറ്റ് ആകട്ടെ. ബട്ടർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ബട്ടർ ചിക്കൻ അല്ലേ നമ്മൾ ഇറക്കുന്നത്, അപ്പോൾ ബട്ടർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് ഫ്രൈ ആകണ്ട, കാരണം നമ്മൾ ബട്ടർ ചിക്കനിൽ സോഫ്റ്റ് ഇറച്ചിയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രൈ ആകാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ ഞാൻ 2-3 ചെറിയ പീസ് ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് ചിക്കനൊക്കെ ഒന്ന് വേകട്ടെ. ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും, എന്നാലും സാരമില്ല. നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ ആയി വന്നോളും. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയേ, ഒരുപാട് ഇനിയിട്ട് ഫ്രൈ ആക്കേണ്ട. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ കൂടുതലാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഓവർ ഡ്രൈ ആയി പോകും. നമുക്കിതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ അല്പം ബട്ടറും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള, ഒരു 2 സവാള സ്ലൈസ് ചെയ്ത സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു വലിയ തക്കാളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴണ്ട് വരട്ടത്. ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല, എന്നാലും ഏകദേശം ഒരു പരുവം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കാഷ്നട്ട്. കാഷ്നട്ട് ഇടുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓപ്ഷനാണ് കസ്തൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല രീതിയിൽ വഴണ്ട് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് രീതിയിലൊന്ന് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇച്ചിരി അല്പം വെള്ളവും കൂടെ ഒഴിച്ചോ. ചൂട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചാൽ മതി, ചൂടോടെ അടിക്കേണ്ട. അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒരു പേസ്റ്റ് രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അല്പം ബട്ടറും കൂടെ ഇട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം നമ്മുടെ അരിച്ച് വെച്ച നമ്മുടെ ഈ മിക്സ് ഈ ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിമിൽ സിമ്മിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അരപ്പെല്ലാം കൂടെ തെറിച്ച് പുറത്തോട്ട് ചാടും. അതിന് നമ്മുടെ മുഖത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്, കയ്യിലൊക്കെ. അതുകൊണ്ട് സിമ്മിലിട്ട് വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കണം. ഇതിലേക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാകും നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടെ ഞാൻ കസ്തൂരി മെത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി നമ്മുടെ ഈ മിക്സുമായിട്ടൊന്ന് ചിക്കൻ നല്ല രീതിയിൽ കോട്ട് ചെയ്യണം. അരപ്പും ചിക്കനും എല്ലാം കൂടെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടെ വേണമെങ്കിൽ നമ്മുടെ ബട്ടർ ചിക്കനിലേക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.